പോലെ ഉണ്ട്. അത് ശരിയാ, നല്ല രസമല്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് സെക്കൻഡ് ലാസ്റ്റ് ഡേ. അപ്പം നാളെയും കൂടെ ഉള്ളൂ ഞങ്ങൾ ബാങ്കോക്കിൽ. അപ്പം ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫാരി വേൾഡും ഡോൾഫിൻ ഷോയും ഒക്കെയാണ്. അപ്പോൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. ഞങ്ങൾ റെഡിയായി. അപ്പം ഇപ്പം ഇറങ്ങും. ഗുഡ് മോർണിംഗ്. ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് ചെയ്തായിട്ടില്ല. കണ്ണൊക്കെ പഫ് ആയിട്ടിരിക്കുന്നുണ്ട്. 1:45 ഉറങ്ങിയപ്പോ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എപ്പോഴും ഉണർന്നപ്പം ഒന്നാമത് നമ്മൾ കിടന്നത് തന്നെ 12:15. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. ഇന്ന് അവിടെ ആണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവരോട് നമ്മൾ റൂം നമ്പർ പറയണം. 110. നമ്മുടെ ഹോട്ടലിന്റെ പേരാണ്. ഇതെല്ലാം ചൂടായിക്കൊണ്ടിരിക്കുക. കണ്ടോ, താഴെ ബേണറുണ്ട്. സുഷി. അയ്യോ, ഇത് വേണ്ട എൻ്റെ അമ്മോ, വേണ്ട. ചില്ലി സോസ് ചെയ്തിട്ട് എഗ് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അല്ലാത്ത എഗ്ഗും ബോയിൽഡ് എഗ്ഗും. വേണോ? ഇന്നത്തെ ഫുഡ് ചായയും ഫുഡ് ഒരാൾ. എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ്? ഞാൻ മുട്ട വന്നിട്ട് കഴിച്ചോളാം. നല്ല എല്ലാത്തും ഞാൻ മുട്ടയ്ക്കകത്തൊക്കെ ഇന്നലെ നമ്മൾ കഴിച്ചൊരു ഇലയുണ്ടല്ലോ, സൂപ്പിനകത്തൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഫ്ലേവർ ഉണ്ട് എല്ലാത്തിനും. ഞാൻ ഫുഡ് കഴിച്ചോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫ്രൈഡ് റൈസ് ഇഷ്ടമാണെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിച്ചോക്കാം. അത് വെജ് ഫ്രൈഡ് റൈസാണ്. ലെമൺ എല്ലാം ഇവിടെ ഇട്ടിട്ടുള്ളൊരു കൂട്ടം. നോർമൽ പുഴുങ്ങിയ പൊടാണ്. അറബിക് ഫുഡ്സ് ഉണ്ട്, അത് കഴിച്ചു. ഒരു ചിക്കനും എഗ് കൂടെ ഒക്കെ ഇട്ടിട്ടുള്ള ഉണ്ടാകും. നല്ല ടേസ്റ്റ്. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ ചിക്കൻ അടിയില്ല. ഞാനും ഒക്കെ കൂടെ എപ്പോഴും അടിയായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ. ഒക്കെ എത്ര പീസ് എടുത്തോ അതിൽ കൂടുതൽ എനിക്ക് വേണം. ഇതാണ് ആ ഒരു ഗ്രേവി പോലത്തെ ഒരു ചിക്കൻ എടുത്തത് അറബിക് ഫുഡ്. അതെൻ്റെ ഒരു ടേസ്റ്റ് അല്ല, വേറെ തന്നെ ഒരു ഫീലാണ് അതിന്. സ്പൈസസ് കൂടുതലാണ്, പക്ഷേ സ്പൈസസിൻ്റെ അകത്ത് വേറെ ടൈപ്പ് ഓഫ് സ്പൈസസാണ്. ലൈക്ക് ഒരു അറബിക് സ്പൈസസാണ്. പക്ഷെ നോർമലി എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ ഇല അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് മിൻറ്റ് പോലെ തോന്നുന്നു. പക്ഷെ മിൻ്റല്ല, കണ്ട മിൻറ്റ് പോലെ തോന്നും. വേറൊരു ഫ്ലേവറായിരുന്നു. ഇവിടെ നമ്മൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ വേണ്ട സാധനങ്ങൾ നമ്മൾ എടുക്കുക, അത് കൊടുക്കുക. എൻ്റേത് മീഡിയമാണ്, സോഫ്റ്റ് ആയിട്ട്. താങ്ക് യു. അപ്പോൾ ഞാൻ ആദ്യം നമ്മളെ മീഡിയം ഓംലെറ്റ് കഴിച്ചത്. ഇതിനകത്ത് അകം ഇങ്ങനെ സോഫ്റ്റായിട്ടിരിക്കുകയാണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പക്ഷേ ഹാം ഉണ്ടാണ്ട് ഹാം ഇട്ടിട്ടില്ല, കഴിക്കും. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ കുക്കായിട്ടുള്ളത് വേണ്ട. ചീസ് അകത്ത് സോറി, ഞാൻ ഇച്ചിരി വെള്ളം അവിടെ കൊണ്ടുവച്ച് പോയാണ്. ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് ചീസ് ഇങ്ങനെ വന്ന് ചീസ് നല്ലല്ലേ? ഇത് ഒരിക്കൽ കരഞ്ഞു വിളിച്ചു പോയ സാധനം. അകത്ത് നീ കഴിച്ചില്ല. എങ്ങനെയുണ്ട്? നല്ല
പക്ഷെ അവിടുത്തെ വേറെ തന്നെയായിരുന്നു. ഞാൻ കഴിച്ചു നോക്കുന്നു. ഇതന്ന് ഞാൻ ഫുള്ള് കഴിച്ച് തീർത്തു. പിന്നെ അവിടെ കിട്ടിയില്ല. അവർ ബേക്കിംഗ് നിർത്തിയായിരുന്നു. അത് കാരണം അവൾ കരഞ്ഞത്. ഞാൻ തിരിച്ചു അത് നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാവേ. ഡാൻസ് ട്രൈ ചെയ്യണം. നല്ല ബേക്കറി ആണെങ്കിൽ ഫ്രഷ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ട്രൈ ചെയ്യും. സൂപ്പർ. പേരയ്ക്ക അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. ഞാനിവിടെ ഭയങ്കരമായിട്ട് കഴിക്കുന്നത് കണ്ട് ഭയങ്കര നല്ലതെന്ന് പറഞ്ഞ് കഴിക്കുന്നതാണ്. ഞാൻ കുറേ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഇന്നത്തെ കഴിച്ചു നോക്കില്ല കേട്ടോ. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് നോർമൽ വീട്ടിലെ പേരയ്ക്ക. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഉമിയോട് ചോദിച്ചത് ഈ ഫോട്ടോയാ. പക്ഷെ ഉമിക്ക് ഫോട്ടോ കണ്ടാൽ അറിയാമെന്ന് പറഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു യങ്ങർ വേർഷൻ ഓഫ് ഉമിയെ പോലുണ്ട്. ശരിയല്ലേ? മൊത്തം ട്രാവൽ അതെ, ടൂറിസ്റ്റുകളാണ് മൊത്തം ഇവിടെ. മഴ പെയ്യുന്നു. മഴ പെയ്യും. അയ്യോ, മഴ പറഞ്ഞ് ഓടി വന്നു. നമുക്കൊരു കുട വാങ്ങിക്കണ്ടേ? കുട വാങ്ങാം. മഴയായിട്ട് ഞങ്ങള് കുട വാങ്ങിച്ചു. ഇതാണ് സംഭവം. സഫാരി വേൾഡ്. ടിക്കറ്റ് ഇപ്പൊ അവിടുന്ന് അവർ ചെക്ക് ചെയ്തിട്ട് ഈ സൈഡ് അവർ ചെക്ക് ചെയ്യുന്നത് ഓരോന്നോരോന്നെല്ലാം. വെള്ളമൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫുഡും ഒന്നും ബിക്കോസ് ആനിമൽസിന് കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർ സേഫ്റ്റി റീസൺസ് ആണ് പറയുന്നത്. കുഞ്ഞു മക്കളുള്ളവർക്കാണെങ്കിൽ അവർക്ക് ചെറിയ സ്നാക്കും അവരുടെ മറ്റ് വെള്ളം ഉണ്ടല്ലോ, പാലും അത് കൊണ്ടുപോകാം. 10:30 ആണ് ഷോ. ഓൾമോസ്റ്റ് 10 ആയി. ഇനിയിപ്പോൾ കുടയുടെ ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി കവേർഡ് ആണ് സംഭവം. പക്ഷെ ഇത് നല്ലൊരു ഫീച്ചറാണ്. ഇപ്പോൾ ഞാൻ ചെറിയ കുട മതിയെന്ന് പറഞ്ഞതാ. ഇപ്പൊ വലിയ കുടയാണ് ഭംഗി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വഴക്ക് കഴിഞ്ഞിട്ട് നിന്ന. അങ്ങനെ ഇവിടെ കുട വാങ്ങിച്ച കുട സ്വന്തമായിട്ട് തന്നെ കൊണ്ടു നടക്കും എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇതിനകം മൊത്തം കവേർഡാണ്. മഴയേ ഇല്ല. ക്യാപ്പ്. ഞാൻ വിചാരിച്ചു ശരിക്കും തത്തയായിരിക്കുന്നു. ശരിക്കും തത്തയാ? ഓ, ശരിക്കും തത്ത കേട്ടോ. ഞാൻ വിചാരിച്ചു പ്രതിമയാണെന്ന്. പക്ഷെ ശരിക്കുള്ള തത്തയാ. കുടയുടെ ആവശ്യമുണ്ട്. ഷെയ്ഡ് ഇവിടെ ശരിക്കും മഴയായതുകൊണ്ട് നമുക്ക് അങ്ങനെ അത്ര ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല കുടയില്ലാതെ. ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ എപ്പോഴും എൻ്റെ അമ്മയൊക്കെ തൈലൻഡ് വന്നപ്പോഴായാലും കുടയൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. അപ്പം കുട എല്ലാവരും കരുതുക. ഈ കുട വാങ്ങിച്ചത് 350 ബാത്ത്. ഇവിടുന്ന് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമാണ്. മഴയാണെങ്കിൽ ചൂടുണ്ട്. കണ്ട് ഹോഴ്സ് ഫീഡിങ് 100 ബാത്ത്. ഇവിടെ പ്രെയർ റൂം ഒക്കെ. കുഞ്ഞു ഹോഴ്സ്. സ്നേക്ക് ഫോട്ടോ എടുക്കാം. 500. അയ്യോ, പാറു. ജംഗിൾ വാക്ക്. ഓ നൈസ്. ജംഗിൾ വാക്ക്. കാര്യം കാണിച്ചു തരാം. നല്ല രസമല്ലേ? നോക്ക്, അത് നോക്ക്. ഇത് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇവിടുന്ന് തന്നെ എടുക്കുന്ന ഫുഡ്, അല്ലാതെ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ പൈസ കൊടുത്തിട്ട് നമുക്ക് ഫീഡ് ചെയ്യാം. ഫീഡ് ചെയ്യുന്ന ഫുഡ് 100 ബാത്തിൽ നമുക്ക് അവിടെ കൊടുക്കാം. ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഷോയ്ക്ക് ഓടുകയാണ്. അത് കാരണമാണ് ഇങ്ങനെ നടക്കുന്നത്. 10:15 ഷോ. ഇപ്പോൾ 10 മണിയാണ്. ഇതാ ഒറാങ്കുട്ടാൻ. ഓ, ഒറാങ്കുട്ടാൻ ഷോ. അപ്പോൾ ഗൈസ്, ഒറാങ്കുട്ടാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ 2 എന്നെ കണ്ടില്ല. ഇനി തന്റെ ഷോ. പക്ഷെ ഇപ്പൊ നീ ഇപ്പൊ ഞാൻ ഒറാങ്കുട്ടാൻ. ഓക്കെ.
ഇങ്ങനെയുള്ളത് നല്ലതാ ഒരു കാര്യത്തിൽ. നമ്മൾ ദൂരെ നിന്ന് എന്തെങ്കിലും കാണുന്നില്ലെങ്കിൽ നമുക്ക് ഇത് നോക്കാം. കാണുന്നില്ല, കൊടി നോക്കി പോവാം. നീളമില്ലാത്തതൊക്കെ കാണുന്നില്ല. ആൾക്കാരുണ്ട്, നല്ല ചൂടുണ്ട്, വിയർത്ത് കുളിച്ചൊരു പരിവാകും. ചൂട് മഴ പെയ്യുന്നത് നല്ല റെഫറി വന്നു. ഡാൻസ് കളിക്കുക. കൊടി പിടിച്ച ഞങ്ങളുടെ നേതാവ് ദോ നിൽക്കുന്നു. ഇന്നലെ മസാജ് ചെയ്തതിന്റെ സുഖം കൈകൾക്ക് കാലുകൾക്കൊക്കെ ഉണ്ട്. അതെ, നല്ല സ്ഥലമല്ലേ. ഏതാ ഷോ? നമ്മള് ഫൈവർ ഷോ. അത് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. നമ്മുടെ മറ്റേ അവിടെ കിച്ചണറിലൊക്കെ നമ്മൾ ട്രെയിനിൽ നടന്നു പോകുന്ന പോലെ ഒക്കെ എനിക്കൊരു ട്രെയിനിൽ നടക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നു. ഇത് കൊള്ളാം. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഫുള്ള് പല തത്തകളാണ്. ഫുള്ളുകൾ മേലോട്ടൊക്കെ നോക്ക്. കാണണ്ട ഈ കൊടകളൊക്കെ വെച്ചേക്കുന്ന നോക്ക്. അടുത്ത ബേർഡ്. ഇതൊക്കെ എന്റെ ഡ്രസ്സിന്റെ കളറ്. അതെ, ടിൻ ടിൻ. നാക്ക് വെച്ച് കഴിക്കുന്ന ബദാം അത് കഴിക്കുന്നത്. അത് കുറച്ച് കുറച്ച് ഇങ്ങനെ തൊലിയൊക്കെ ഇളക്കി കഴിക്കുക. ഓ, ദോണ്ട കിടക്കുന്ന ക്രൊക്കഡൈൽ. തടി പോലെ അനങ്ങാതെ. അതെ, അനങ്ങാതെ കിടക്കുന്നു. ഇത് നോക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതല്ലേ, ഈ കൊടയും ഇത് നല്ല നോക്ക്. ഇതുണ്ടോ സ്റ്റീൽ കൗ. കയറാൻ പോവാ. അത് 100 ബാത്ത ഒരാൾക്ക്. അവർ നമ്മളെ കയറ്റും. ഈ വെള്ളത്തിനകത്ത് ചവിട്ടിയിട്ട് വേണം, അണുക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടില്ല. എൻ്റെ വൈറ്റാ. അയ്യോ, എന്റെ തലയിലൊക്കെ കയറും ഇഷ്ടംപോലെ. ഇതൊക്കെ എന്റെ കളറ്. അതെ, സെയിം സെയിം. തലയിൽ വരുവാ. അവളെ ഇഷ്ടപ്പെട്ടിട്ട് അവളുടെ കൂടെ വരുവാ. ഇല്ല, പോയി. കങ്കാരു ശരിക്കുള്ള കങ്കാരുണ്ടോ ശരിക്കും? അനങ്ങാതെ നിൽക്കുന്ന നോക്കാതെ സ്റ്റാച്ചു പോലെ ഉണ്ട്. കിടക്കുന്നു തന്നെ. കയറി പോയി കിടക്കുന്നു.
നീ വെളിയിലായോണ്ട് ഞാൻ അകത്ത് കിടക്കുന്നത്. വിശാലമായി എന്തോ പണിഞ്ഞോണ്ടിരിക്കുക. അയ്യോ ആണിയൊക്കെ ഊരി അകത്ത് കയറ്റുക. കാര്യമായിട്ട് എന്തോ ചെയ്യുക. ഒന്നുമില്ല, ചെയ്തോ. കണ്ടിന്യൂ. അതെന്താ ദേഹത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? നനഞ്ഞിട്ട് മഴ പെയ്തില്ലേ? ഓ, എന്റെ മുടി ഇരിക്കുന്ന പോലെ അല്ലേ? ബേബി ക്യാമല്ല ഇതെല്ലാം. അതാ കുഞ്ഞിന് കൊടുത്ത് ഫിഷിന് ഫീഡ് ചെയ്യുന്ന നോക്ക്. ചിലതൊക്കെ നല്ല ഗുണ്ടപ്പി മീനുകൾ. ഇവിടെ ഫിഷിന്റെ സ്ഥലത്താണ്, പക്ഷെ നല്ല രസമുണ്ട് ഫിഷിന്റെ കാണാൻ. ഫീഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ എല്ലായിടത്തും ഫീഡ് ചെയ്യുന്നതിന് 100 ആയിട്ടാണ്. നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അത് വിചാരിക്കുന്നത് നമ്മളെന്തോ കൊടുക്കാനാണെന്നും പറഞ്ഞിട്ട് അടുത്ത് വന്ന് നിൽക്കും. പരിപാടിയുടെ മാപ്പ് കാണിച്ചു തരാം. ഇതൊരു പ്രൈവറ്റ് സ്ഥലമാണ്. പരിയുടെ തന്നെ ഉണ്ടോ, ഈ പാർക്കിൽ പോകുന്ന ഡ്രൈവ് ത്രൂ ഉണ്ട്. ഇതിനകത്ത് ഞങ്ങളുടെ ബസ് തന്നെ പോകും, ഓപ്പൺ സോവാണ്. ഇപ്പോൾ ഐവാർ ഷോവിൻ്റെ ഇതായതുകൊണ്ടായിരിക്കും ഓരോരോ ഇങ്ങനത്തെ സാധനങ്ങൾ നടക്കുന്നത്. ടാങ്കും സോൾജിയറും ഒക്കെ ഉണ്ടല്ലോ. അയ്യോ, പാറുപോയി കണ്ടോ. ഇത് ഫസ്റ്റ് എയ്ഡിൻ്റെ ഇതാണ്. ഫസ്റ്റ് എയ്ഡിൻ്റെ ആൾക്കാർ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് അവൈൽ ചെയ്യാം. കുറേ ബോട്ടും ജെറ്റ് സ്കീയും ഒക്കെ ഇങ്ങനെ അവർ കൊണ്ടിട്ടിട്ടുണ്ട്. സീറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സോണായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. അപ്പം ഇവർ പറഞ്ഞിട്ടുണ്ട് ബ്ലൂ ഒക്കെ വെള്ളം തെറിപ്പിക്കും, പിന്നെ യെല്ലോയും ഇച്ചിരി വെള്ളം തെറിപ്പിക്കും, പിന്നെ റെഡിനകത്ത് വലിയ കുഴപ്പമില്ലാന്ന്. ഷോയിലോട്ട് എല്ലാവരും കയറുകയാണ്. അതെ, എല്ലാവരും ഓടുന്ന സീറ്റിനാണ്. ഇതാണ് സ്ഥലം. ഇവർക്കൊക്കെ വെള്ളം വീഴുന്നത് കുഴപ്പമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ നിൽക്കുന്നത്. ഈ ബ്ലൂ കളർ അടിച്ചേക്കുന്ന എല്ലാം വെള്ളം വീഴും. ലാസ്റ്റിൽ ചെന്നിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിനകത്ത് ഇപ്പം അവർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സോണിലായിട്ടാണ് ഇരിക്കേണ്ടത്. ഇപ്പം താഴെയുള്ള സോൺസ് എല്ലാം വെള്ളം തെറിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും മേലെ പോയി കഴിഞ്ഞാൽ വെള്ളം വീഴുന്ന ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ മേലെ ഇരിക്കുന്നത്, ഓൾറെഡി എൻ്റെ മൈക്കൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ മേലെ ഇരിക്കുന്നത്. താഴെ ഒരു 6 റോസ് ഉണ്ട്. ബ്ലൂ. പിന്നെ ഒരു വാർണിംഗ് ഇട്ടിട്ടുണ്ട്, പക്ഷെ മിക്ക ആൾക്കാരും ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ക്യാമലിൻ്റെ ഒരു ഏരിയ ഉണ്ട്, അവിടെ പോയി മീറ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ക്രൗഡഡ് ആകുമ്പോഴത്തേക്ക് ഒന്നാമത് ഹ്യൂമിഡാ, ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. അപ്പോൾ അവിടോട്ട് പോയി നിൽക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നിൽക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ വാർണിംഗ് കാണിച്ചു തരാം. ഇതാണ്ടോ വാർണിംഗ് കാണിച്ചിരിക്കുന്നുണ്ടോ? ഇതാ ഇപ്പോൾ ഷോ സ്റ്റാർട്ടാവാൻ പോവുകയാണ് കേട്ടോ. ഇനി ഒന്ന് അവിടെ നിന്നാണ് വെള്ളം താണ്ട് ഇപ്പം തെറിപ്പിക്കും. കണ്ടോ, ഇങ്ങനെ ബോംബ് വീഴുമ്പോഴും വെള്ളം തെറിച്ചുകൊണ്ടിരിക്കും. അതായത് ഇവർ പറയുന്നത് അവിടെ നിൽക്കരുത്. സഹിക്കാൻ പറ്റും. ഈ ഫാനിനകത്തുനിന്ന് അവരിങ്ങനെ വെള്ളം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മിസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട്. അത് ഇച്ചിരി കടുപ്പായി പോയി. ഇതാണ് കേട്ടോ, ഇതാ മിസ്റ്റ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാമലിൻ്റെ ഒക്കെ ആ മീറ്റിംഗ് പോയിന്റിലോട്ട് പോവാം. കഴിക്കാനൊക്കെ ഇനി സമയമുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. 1:30 ഉള്ളൂ ഇനി അടുത്ത സഫാരി. അത് പിന്നെ ബസ്സിനകത്ത് തന്നെയുള്ള യാത്രയാണ്. ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഭയങ്കര റഷായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുന്ന് തന്നെ കഴിക്കേണ്ടതുകൊണ്ട് ഇതൊരു ഹോള് പോലെ ആക്കിയിട്ടൊരു സെറ്റപ്പിലാക്കി വെച്ചേക്കുന്നത്. നമുക്ക് വേറെ പോയി കഴിക്കാൻ പോയാൽ നമുക്ക് ഇവിടുന്ന് ഷോ മിസ്സാവും. അതാ പിന്നെ കഴിക്കുന്ന വീഡിയോ എടുക്കാഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് റഷായിരുന്നു തിരക്കിൻ്റെ ഇടയിൽ. പിന്നെ ടേബിളെല്ലാം കോമൺ ആയിട്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ അടുത്ത ഇതിന് പോവുകയാണ്. അപ്പോൾ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൾഫിൻ ഷോയ്ക്ക് ഇവിടെ നിന്ന് നേരെ പോകാനാണ് പറഞ്ഞത്. ഇതൊക്കെ നല്ല രസമുണ്ട്. ഓ, ഇതെന്താണെന്നറിയോ, നമ്മൾ ഇതിൽ വീണ് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. ഇവിടെ ഒറിജിനൽ ചക്കയാണെന്ന് വിചാരിച്ചു. അല്ല, പകുതി ജസ്റ്റ് വെള്ളം കണ്ടു.
ഇത് നല്ല രസമുണ്ടല്ലേ. ഓക്കെ, ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇല്ലേ, അതിന്റെ ഒരു വേറെ ഇങ്ങനെ ഞങ്ങൾ ഡോൾഫിൻ ഷോ ഇടാം അവിടെ. സെയിം സെറ്റപ്പ്, വേറെ ഏരിയ. ഫോട്ടോ എടുക്കണമെങ്കിൽ 700 ബാത്ത് ഡോൾഫിൻ്റെ കൂടെ. ഇതാണ് സഫാരി വേൾഡിൻ്റെ ഒരു സെറ്റപ്പ്. ഇതിനകത്ത് ഇത്ര പേരിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. Show me your hand, please. Don't forget to say hi. Reo keเลยละกัน Okay, nice. 请看，还有大型的小火手啊！ Each one on their mount. അങ്ങനെ പരിപാടി തീർന്നു, ഞങ്ങൾ ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത ഷോയ്ക്ക് പോവാം. എക്സിറ്റിൻ്റെ അവിടെ അവരുടെ വെയിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ലെഡി പോവാണ്. ഇനി സഫാരിയാണ്. അത് വണ്ടിയിൽ തന്നെ ഉള്ള സഫാരിയാണ്. ഇന്ന് ഫോർച്യൂണിന്റെ ടൂർ മാനേജർ ഇന്ന് ഞാനാണ്. പക്ഷെ നീ ഈ നീളത്തിൽ വെച്ച് നിന്റെ നീളം വെച്ചിട്ട് ഇത് കാണും ആൾക്കാർക്ക്. ഞാൻ ഇനി പൊക്കാൻ പറ്റും. എന്റെ മാനേജ്മെന്റ് സ്കിൽസ് കണ്ട് ഇംപ്രസ് ആയി എനിക്ക് ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. ഓൺ ടൈം നമ്മൾ വരണം, അതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നതിനാൽ എന്നെ ഇവിടുത്തെ മാനേജറായി സെലക്ട് ചെയ്തിരിക്കുന്നു. ഫോർച്യൂൺ ഇതാക്കിയിരിക്കുന്നു, അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഫോർച്യൂൺസ്കാര് ഇത് കാണണം കേട്ടോ. ഞങ്ങളുടെ 50 സബ്സ്ക്രൈബേഴ്സ് കാണുന്നതായിരിക്കും. അതെ, ഞങ്ങളുടെ 58 സബ്സ്ക്രൈബേഴ്സ് ഇത് കാണുന്നുണ്ടാവും കേട്ടോ. ഒന്നും കൂടെ ഫോർച്യൂൺ. അതെ, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ഗൈഡാ അല്ലേ? നല്ല ഗൈഡ്, അടിപൊളിയാണ്. ടൂർ മാനേജർ അപർണ നല്ല. സെയിം ഇല്ല, അത് ഇച്ചിരി ചെറുതാന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മള് സഫാരി പാർക്കിൽ പോവാണ്. സോറി, സഫാരി പാർക്കിലാണ്. അതിനകത്ത് ഓപ്പൺ സൂവിലോട്ട് പോവാണ്. അപ്പൊ ഓപ്പൺ സൂവില് നമ്മുടെ വണ്ടിയിൽ തന്നെ പോവാം, ബസ്സിൽ പോവാം. സ്റ്റാൻഡ് ബസ്സിന് അടുത്ത് കാണാം. ഇതാണ് സഫാരി പാർക്ക്, ഓപ്പൺ പാർക്ക്. ഇപ്പൊ ഇത് കഴിഞ്ഞു, സഫാരി വേൾഡ് കഴിഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് ഒരു കിമുനെ കണ്ട്, ലാസ്റ്റ് ഒരു കിമുനെ കണ്ട്. അപ്പൊ പിന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഒരു കിമു. ദൂരെ ആയിരുന്നുള്ളൂ. ഇപ്പൊ അവിടെ ഒറ്റയ്ക്ക് അവിടെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് ഇപ്പം വണ്ടിയിൽ തന്നെ ഉറങ്ങി. ഒരു 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നു.